പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. ഒരു പുഴയോരത്തെത്തി. പഞ്ചമി ആകെ തളർന്നിരുന്നു. 10 മാസം തികഞ്ഞ ഉദരം. ആവൂ, എനിക്ക് വയ്യ, എനിക്ക് പേറ്റുനോവ് വരുന്നു. യോ, എന്തു ചെയ്യും? പുഴവക്കത്താണല്ലോ നമ്മൾ എത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മേ, ഈ മണലിൽ ഒരു മുണ്ട് വിരിച്ചു തരാം, കിടന്നോളൂ, സുഖമായി പ്രസവിച്ചോളൂ, ഞാൻ മാറി നിൽക്കാം. അങ്ങിവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കൂ, എനിക്കതൊരാശ്വാസമാണ്. വയ്യ, എനിക്ക് പ്രസവം കാണാൻ വയ്യ. വരരുചി ഭാണ്ഡത്തിൽ നിന്നും മുണ്ടെടുത്ത് മണലിൽ വിരിച്ചു. പഞ്ചമിയെ കിടത്തി. തെല്ലകലെ മാറി നിന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പെട്ടെന്ന് കരിനിഴലുകൾ വ്യാപിച്ചു. ചിന്താക്രാന്തനായി വരരുചി അങ്ങനെ നിന്നു. അദ്ദേഹം ആകാശത്തേക്ക് നോക്കി. വിരലുകൾ കൊണ്ട് എന്തോ കണക്കുകൂട്ടി. പെട്ടെന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. പഞ്ചമി തളർന്ന സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വരൂ, ഇതും ഒരാൺകുഞ്ഞാണ്. കുഞ്ഞിനെ കാണണ്ടേ? വേഗം വരൂ. വരരുചി നിന്ന നിൽപ്പിൽ നിന്ന് അനങ്ങിയില്ല. അദ്ദേഹം ഉരത്ത സ്വരത്തിൽ ചോദിച്ചു, കുഞ്ഞിന് വായില്ലേ? ഉണ്ട്, കുഞ്ഞ് കരയുന്നുണ്ടല്ലോ. എന്നാൽ പിന്നെ അതവിടെ കിടന്നോട്ടെ. വായുള്ള കുട്ടിക്ക് ഇരയും കിട്ടിക്കോളും. വരൂ, ഇനി വൈകിക്കണ്ട, വരരുചി പറഞ്ഞു. പഞ്ചമി വരരുചിയുടെ അടുത്തേക്ക് വന്നു. ദീനമായ ഒരു നോട്ടം ഭർത്താവിൻ്റെ മുഖത്തേക്ക് അയച്ചു. വരരുചി കുലുങ്ങിയില്ല. ഒരു കുളിർക്കാറ്റ് അവിടെയെല്ലാം പരതി നടന്നു. കാറ്റ് തൻ്റെ കാതിൽ ഒരു സ്വകാര്യം പറയുന്നത് പോലെ പഞ്ചമിക്ക് തോന്നി. അമ്മയെന്നൊന്നു വിളിക്കുകെന്നോമനെ, ഞാനിതാ പോകുന്നു പോകുന്നു കൺമണി. പഞ്ചമി തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നു. കുട്ടി കരഞ്ഞുകൊണ്ടേയിരുന്നു. സ്ത്രീ എത്ര അബലയാണ്! സ്ത്രീയുടെ പര്യായം തന്നെ അബല എന്നല്ലേ? താനൊരു പുരുഷൻ്റെ അടിമയായതുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്? സ്ത്രീയെ, അവളിലെ മാതാവിനെ കണ്ടെത്താൻ എന്തുകൊണ്ട് പുരുഷന് സാധിക്കുന്നില്ല? പഞ്ചമിയുടെ മനസ്സിലൂടെ ചിന്തയുടെ ഓളങ്ങൾ ധൃതിയിൽ പാഞ്ഞുപോയി. താൻ നിസ്സഹായയാണ്. പെട്ടെന്ന് അവളുടെ മനസ്സ് കലുഷിതമായി. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളം കൈയിലിട്ട് ഞെരിച്ചു പൊടിപൊടിയാക്കാൻ ആ നിമിഷം അവൾ ആഗ്രഹിച്ചു. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? വരാനല്ലേ പറഞ്ഞത്? വരരുചിയുടെ ഇടിമുഴക്കം പോലുള്ള ശബ്ദം. പഞ്ചമി ഭർത്താവിൻ്റെ പിന്നാലെ നടന്നു. ആ കുഞ്ഞ് അപ്പോഴും നിലവിളിക്കുന്നുണ്ടായിരുന്നു. രചകൻ ജനിച്ചിരിക്കുന്നു. പറയിപ്പറ്റ പന്തിരുകുലത്തിലെ 2ാമത്തെ സന്താനം ജനിച്ചിരിക്കുന്നു. രചകൻ പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. വായിച്ചത് പ്രീതി. Hoi, hoi.